നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ കോൺസ്റ്റബിൾ, ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ തസ്തികകളിലേക്ക് 9,000-ലധികം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. മികച്ച ശമ്പള സ്കെയിൽ 21,700 മുതൽ 69,100 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളത്തിന് 40,000 രൂപയെത്തി അടുത്ത് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അതുപോലെ അപ്ലൈയുള്ള വെബ്സൈറ്റും https://www.rect.crpf.gov.in എന്നുള്ളതാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനുള്ളത്. 2026 ഏപ്രിൽ 20 സൈറ്റ് ഓപ്പൺ ആകുള്ളൂ. ഏപ്രിൽ 20 മുതൽ മെയ് 19 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. സെലക്ഷൻ പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ്, അതേപോലെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിന് ഇതിനൊക്കെ ശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിക്കാം. ഇനി വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ കോൺസ്റ്റബിൾ, ട്രേഡ്സ്മാനും അതേപോലെ ടെക്നിക്കലും കൂടെ ചേർന്ന് 9,175 വേക്കൻസികളാണുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമായിട്ട് 9,096 വേക്കൻസികളും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 79 വേക്കൻസികളുള്ളത്. കേരളത്തിൽ പറയുകയാണെങ്കിൽ മെയിൽ ആൺകുട്ടികൾക്ക് 304 വേക്കൻസികളും പെൺകുട്ടികൾക്ക് 2 വേക്കൻസികളും കേരളത്തിൽ മാത്രമായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് 21 മുതൽ 27 വയസ്സിലുള്ള ാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇതിനൊക്കെയുള്ള പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1/2026 അടിസ്ഥാനമാക്കിയാണ്. ബാക്കിയുള്ള പോസ്റ്റുകൾ അതിൽ കോൺസ്റ്റബിൾ, മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ, കോബ്ലർ, കാർപ്പൻ്റർ, ടൈലർ, ബ്രാസ് ബാൻഡ്, ഗാർഡനർ, ബഗ്ലർ, പെയിൻറ്, കുക്ക്, ബാർബർ, വാഷർമാൻ, മെയ്സൺ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, സഫായി കർമ്മചാരി ഈ പോസ്റ്റുകളിലേക്കൊക്കെ 18 മുതൽ 23 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം ഓർമ്മിക്കുക. ഇതിലെല്ലാം പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി നമുക്കിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഹെവി ട്രാൻസ്പോർട്ട് ലൈസൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം അത് പറഞ്ഞിട്ടുള്ള ട്രേഡിലുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ IT നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മറ്റെല്ലാ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കും 10ാം ക്ലാസ് വേണം യോഗ്യത, അടിസ്ഥാന യോഗ്യതയോടൊപ്പം അതിൽ ബന്ധപ്പെട്ട മേഖലയിലുള്ള പരിചയം, പ്രൊഫഷൻസിയാണ് പറഞ്ഞിട്ടുള്ളത്, അതിൽ വർക്ക് ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണം. പയനിയർ വിങ്ങിലേക്കാണെങ്കിൽ മെയ്സനും അത് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സും 1 വർഷം എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമിനേഷൻ ഫീസ് ഉണ്ടെന്ന കാര്യം ഓർമ്മിക്കുക. SC/ST കാരുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതകൾക്കും ഫീസില്ല. ബാക്കി എല്ലാവർക്കും 100 രൂപ അപേക്ഷാ ഫീസായിട്ട് കൊടുക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. കേരളത്തിൽ ഞാൻ പറഞ്ഞു 304 വേക്കൻസികളുണ്ട്. അതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഇതിലേക്കൊക്കെ കേരളത്തിലെ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം പള്ളിപ്പുറത്തുള്ള CRPFൻ്റെ ഗ്രൂപ്പ് സെൻറ്ററാണ്. അവിടെ വെച്ചായിരിക്കും നടക്കുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പരീക്ഷയൊക്കെ എഴുതാനായിട്ട് അവസരം ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്താം. താല്പര്യമുള്ളൊരു അവസരം പ്രയോജനപ്പെടുത്തുക. ഏപ്രിൽ 20 മുതൽ മെയ് 19 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. വെബ്സൈറ്റ് അപ്ലൈ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ കമൻറ്റ് ബോക്സ് കൊടുക്കാം. ഡയറക്റ്റായിട്ട് നിങ്ങൾ ക്ലിക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ല എന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യാം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.